തസ്കര വീരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡെന്നിസ് തിരക്കഥ എഴുതിയതിൽ ലാസ്റ്റ് ചെയ്ത പടമാണ്. അതിലെനിക്ക് ആദ്യം വെച്ചിരുന്നൊരു വേഷം ഒരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പക്ഷേ ഈ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനാണ്. അത്യാവശ്യം മദ്യപിക്കും, ചീട്ട് കളിക്കും. പിന്നെ ഈ കുളക്കടവിൽ ആരെങ്കിലും കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി മാമോദിസ ബലമായിട്ട് പിടിച്ച് മുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെന്നോട് ഡെന്നിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു, ഡെന്നിസ് അങ്ങനെ ഒരു സംഭവം ഇല്ല ക്രിസ്ത്യാനിറ്റിയിൽ. ഇത് ഇങ്ങനെ ബലമായിട്ട് മാമോദിസ മുക്കുന്ന ഒരു സംഭവം ഇല്ല, അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടറെ വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ മധുസാറിനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പിന്നെ അതിൽ ചെയ്യുന്നത്. ഒരു പള്ളിയിലച്ഛൻ എന്ത് പെട്ടെന്ന് ഒരു കൊലപാതകയായിട്ട് മാറി എന്നുള്ളതാണ് അല്ലേ? അതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഏതാണ്ട് 15-ൽ അധികം സിനിമ, 15-ൽ കൂടുതൽ സിനിമകൾ മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സരോവരം എന്നൊക്കെ പറയുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകൾ ഇവരുടെ കോമ്പിനേഷനിൽ വന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഫാന്റം ബൈലി എന്ന് പറയുന്ന അല്ലേ, ഫാന്റം ബൈലി എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ഒളിയമ്പുകൾ, മഹാനഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സിനിമ, സംഘം, എത്രയോ സിനിമകളാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരൻ തന്നെ ഒരു നടന്റെ 15 പടം, വളരെ റയറാത്. ഇപ്പൊ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല അല്ലേ? വീണ്ടും സായം സന്ധ്യ, ഇതൊക്കെ അവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സിനിമകളാണ്. ഒരേ എഴുത്തുകാരൻ ഇത്രയും, ഒരു സംവിധായകനും ഉണ്ട് കേട്ടോ. ഇവർക്കെല്ലാം അങ്ങനെ ഈ പഴയ ബാച്ചിലുള്ള എല്ലാവർക്കും 10-ലധികം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും ഹീറോയും ഉണ്ട്. ഇനി അതൊരു ലാലേട്ടന്റെ സിനിമകളും അത്രയ്ക്കത്തെ സിനിമകൾ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, രാജാവിന്റെ ഇന്ദ്രജാലം, രാജാവിന്റെ മകൻ, അപ്പു, അങ്ങനെ കുറെ, അപ്പു, ഗാന്ധർവം, എത്രയോ സിനിമകൾ ചെയ്ത് ഈ 2 താരങ്ങളെയും വെച്ച് ഇത്ര 10-15 പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് എഴുതുമ്പോ അപ്പുറത്തൊന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പുറം ഇപ്പുറം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്പൂരി സാർ അവിടെ ലൊക്കേഷൻ ചെല്ലുമ്പം നടനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അധ്യാപകനാണല്ലോ. നമുക്കൊക്കെ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇരുന്നെടുത്ത് എണീറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അധ്യാപകർ പലപ്പോഴും ഇരുന്നോളം പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ ഡയറക്റ്റ് ചെയ്യുമ്പം, ഇപ്പം ഒരു നടനെന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്ന നമ്പൂരി സാറിന് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പം വിദ്യാർത്ഥിയുടെ വിനയം ഉപയോഗിക്കുമായിരുന്നോ അതോ എഴുത്തുകാരന്റെ ഒരു പവർ തന്നെയാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അല്ലല്ല, ഡെന്നിസ് ആ സീനിലേക്ക് വരാറില്ല. ഞാൻ അഭിനയിക്കുന്ന സീനില് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ശരിയാണ്. പക്ഷെ നേരെ ഫ്രണ്ടിലെങ്ങും വരില്ല, ക്യാമറയുടെ ബാക്കിലും കാണുകയല്ല. ജോഷി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമയിൽ വരുന്നത്, നരക്കൂട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ഡെന്നിസ് ഗുരുദക്ഷിണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഡെന്നിസ് പറഞ്ഞതായിട്ടറിയാം, ഇത് ഞാൻ എൻ്റെ സാറ് നമ്പൂരി സാറിന് കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ്. ആ കാസ്റ്റിങ് ഒരിക്കലും ആ സീനിൽ ഡെന്നിസിനെ നമ്മളിങ്ങനെ ഒരു കട്ട് പറഞ്ഞു കേട്ട് ഇങ്ങനെ പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഡെന്നിസിനെ അവിടെ എവിടെയും കാണുകയില്ല. ഞാൻ ഓർക്കുന്നത്, എന്താ ഈ മനുഷ്യൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നോട് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയരുതേ, കാണുമല്ലോ അവിടെ. പക്ഷേ അന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ മുറിയിലേക്ക് ചിലപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന കാര്യം കുഴപ്പമില്ല, പക്ഷേ അത് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പോകുന്ന വേറൊരു സീനായി, ഇന്നതായിരിക്കും സംഭവം, കുറച്ചുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ 2-ാമത്തെ ദിവസം ആ ശ്രദ്ധ മോശമായിപ്പോയി എൻ്റെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ സീൻ എടുക്കണ്ട തീരുമാനിച്ചു ജോഷി സാറ്. ശ്രദ്ധ മോശമായിപ്പോയോ? ശ്രദ്ധ മോശമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഡെന്നിസ് പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സീൻ എടുക്കാനെല്ലാം തീരുമാനിച്ചു ജോഷി സാർ. വേറെ സീനുണ്ട്, ആർട്ടിസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചു, സാറേ ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല, എന്നല്ലേ ഒരു 2 അടിച്ചിട്ട് കിടന്നുറങ്ങ്, നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യൂ. അതാണ് ഇപ്പൊ മോഹൻജോസേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു പള്ളിയിലച്ഛൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ കഥാപാത്രത്തെ മാറ്റി. സാധാരണ ഒരു കഥാപാത്രം മാറുമ്പോ ആർട്ടിസ്റ്റും മാറും. ഇല്ല, എന്നെ ആ പടത്തില് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കഥാപാത്രത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അതും ഉപേക്ഷിച്ചു. പിന്നെ 3-ാമത് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ഇത് അഡ്വാൻസും കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു വണ്ടി വരും, അത് കയറി വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല, പോയി ചെയ്തു. ഡെന്നിസേ എഴുതാൻ വിമുഖനാ. റൈറ്റിംഗ് എന്നുള്ള ഇതുണ്ടല്ലോ, പ്രോസസ്സ്
ആ പ്രോസസ്സ് വിമുഖനാ. അതുകൊണ്ട് പലപ്പോഴും എഴുതുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള പേരല്ല, സ്ക്രിപ്റ്റ് പറയുന്നയാളെന്നുള്ള രീതിയിൽ വേണം എനിക്ക് റെക്കോർഡിംഗ് ആയിരുന്നു, അതാണ് പറഞ്ഞത്. അത് എല്ലാം അത് എഴുതിക്കുകയാണെങ്കിൽ തന്നെ അസിസ്റ്റൻസിനെ കൊണ്ട് എഴുതിക്കൊള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സീൻ ഒന്ന് ഇന്നത് സംഭവം, വൺ ലൈൻ ഉണ്ടാവുമല്ലോ, എന്നിട്ട് പുള്ളി അങ്ങ് പറയുകയാണത്. അതിൻ്റെ ഡയലോഗ്, ഇന്നയാളുടെ ഡയലോഗ്, മറ്റേ ഡയലോഗ്. ഈ ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ ഡെന്നീസ് അഭിനയിക്കുകയും ചെയ്യും. അഭിനയിക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഓവറാ പുള്ളിയുടെ അഭിനയങ്ങൾ. സ്വതേ നമ്മളോട് വർത്തമാനം പറയുമ്പോഴും അതെ, ഈ മുഖത്തെ മസിൽസൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ, വർത്തമാനം പറയുമ്പോൾ ഒരു ഓവർ ആക്ഷൻ കാണിക്കുന്ന ആളാ. ഈ അദ്ദേഹത്തിന്റെ അവതരണത്തെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. മറ്റൊരു ചാനലിൽ അദ്ദേഹം ഇങ്ങനെ അനുഭവ കഥകൾ പറയുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള പോലെ തന്നെ എഴുതിയ കഥയോ കഥാസന്ദർഭങ്ങളോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും ജീവിച്ചു തീർത്ത കഥാസന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടായ കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടാണ്. നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് മുഴുവൻ അതിൻ്റെ ഒരു വിഷ്വലും ഒരു കാലഘട്ടവും. ഇപ്പം ഞാൻ നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അവിശ്വസനീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ വളരെ വിശ്വസനീയമായ ഒരു അവതരണം അതിന് ഉണ്ടാവണം, ഒരു അവതരണം അതിനുണ്ടാകണം. ആ അവതരണത്തിലൊക്കെ വിദഗ്ധനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് അല്ലേ. സാധാരണ ഇന്റർവ്യൂ പോലും കൊടുക്കാത്ത ആളാണ്. എനിക്ക് ആ ചാനലിന്റെ ആ ഇന്റർവ്യൂ കണ്ട് അത്ഭുതം തോന്നി. അത് റെക്കോർഡായിട്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഫീലാണ്. ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്ത് അദ്ദേഹമാണ്. ആ ചാനലിൽ ആ ഇന്റർവ്യൂ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്ത് അദ്ദേഹമാണ്. ഈ അവസാന നാളുകളിൽ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത് അദ്ദേഹത്തിന്? ഞാൻ മിക്ക ദിവസവും കാണും, അതിലെ പോണ വഴി കയറും, വിളിക്കും. ആ സമയത്ത് മോൻ ജോസഫിന് വിളികളൊക്കെ ഇല്ലേ? വിളികളുണ്ട്, സംസാരിക്കും. പക്ഷെ പുള്ളി അങ്ങനെ നിരാശനൊന്നും ആയിരുന്നില്ല ഒരു കാര്യത്തിലും. അങ്ങനെ പടമില്ലാണ്ട് ഒന്നൊന്നും. ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ട് എന്നോട് പറയും നിങ്ങളുടെ കൈയക്ഷരം നല്ലതാണ്, ഞാൻ എഴുതിയാൽ ഒന്നും മനസ്സിലാവില്ല, ഒന്നും എഴുതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ദിവസം എഴുതിപ്പിച്ചു. കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് പോകുന്നു. വൈഫ്, 3 കുട്ടികൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയാണ് ഫുൾ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയാണ്. പിന്നെ മമ്മൂക്കായുടെ സപ്പോർട്ട്, മോഹൻലാലിൻ്റെ സപ്പോർട്ട്, ബാക്കി എല്ലാ ആൾക്കാരുടെയും ഭീകരമായ ഒരു സപ്പോർട്ട് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഡെന്നീസ് എവിടെയാണ് ഡെന്നീസിൻ്റെ സ്ഥാനം എന്നുള്ളത്.